ഹജ്ജത്തുൽ വിദാഇന്റെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ ഹജ്ജ്, ആ ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് വലതു ഭാഗത്തേക്ക് നോക്കട്ടോ, ജബൽ റഹ്മ കാണാം. ജബൽ റഹ്മ കാണാം. ബസിന്റെ വലതു ഭാഗത്തേക്ക് നോക്കുക, ജബൽ റഹ്മ. ആ പർവ്വതത്തിന്റെ ആ കുന്നിന്റെ താഴ്ഭാഗത്ത് വെച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവർക്ക് പരിശുദ്ധമാകപ്പെട്ടതായ ദീനിനെ നിങ്ങൾക്ക് ഞാൻ പരിപൂർണമാക്കി തന്നു. ഈ ദീനിനെ നിങ്ങള് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കുക എന്ന സന്ദേശത്തോടുകൂടി ഈ ഭാഗങ്ങളിൽ നിന്നാണ് സഹാബാക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് യാത്ര തുടങ്ങിയത്. ഈ നമ്മളിപ്പോൾ എത്തിപ്പെട്ടതായ സ്ഥലം, ഈ സ്ഥലത്ത് നിന്നാണ് സഹാബാക്കളൊക്കെ ഇവിടെ നിന്ന് ദീനിലേക്ക് വൈകുന്നേരം എത്തേണ്ടതുണ്ട്. പലരും ജോലിക്ക് കയറാനുള്ളതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇറങ്ങാത്തത്. ഇറങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സമയം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ്. അപ്പോ ഈ വലത് ഭാഗത്ത് കണ്ട കുന്നുണ്ടല്ലോ, അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗം നടത്തിയതായ സ്ഥലം. മുസ്ലിമീങ്ങൾ ധാരാളം ഉണ്ടാവുകയും ചെയ്തത് ഈ സഹാബാക്കളുടെ കടന്നുവരവോടുകൂടിയാണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ സഹാബാക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ നാടുകളിലെ കോഴിക്കോട് ജില്ലയിലെ പാറപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം, അതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ നിലാമുറ്റം എന്ന് പറയുന്ന സ്ഥലം, ഈ സ്ഥലങ്ങളിലൊക്കെ സഹാബാക്കളുടെ ഖബറുകളുണ്ട്. അവിടേക്ക് പോയി സിയാറത്ത് ചെയ്യുന്നവർക്ക് കാണാൻ പറ്റും. അവിടൊക്കെ സഹാബാക്കൾ, നിലാമുറ്റം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ധാരാളം സഹാബാക്കളുടെ ഖബറുകൾ നമുക്ക് കാണാൻ പറ്റും. അവരൊക്കെ ഈ ഹജ്ജത്തുൽ വിദാഇന്റെ പ്രസംഗത്തിന് ശേഷം റസൂലുള്ളാഹി കാണുന്നതായ സ്ഥലങ്ങളൊക്കെ, പക്ഷേ ഇത്രയൊക്കെ സ്ഥലങ്ങൾ വിശാലമായിട്ട് കിടക്കുന്നുണ്ടെങ്കിലും ജനലക്ഷങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ടതായ ദീനിനെ പരിപൂർണമാക്കിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും, മുസ്ലിമീങ്ങളായ ലോക മുസ്ലിമീങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്തതായ ഈ സ്ഥലം എത്ര വിശാലമായ, എത്ര സുന്ദരമായ സ്ഥലം, എത്ര വിശാലമായിട്ടാണ്